അതുകൊണ്ട് സാഹിത്യത്തിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ സംഗീതത്തിൽ നിന്നോ പഠിക്കാത്തൊരു വിദ്യയും കൊണ്ട് ഒരു മഠത്തിൽ അബ്ദുൽ അസീസ് നിയമ സ്ഥാപനത്തിന്റെ മുമ്പിൽ വഴിവിളക്ക് പോലെ വിളിച്ചു നിൽക്കുകയാണ്. മാസം 2 ലക്ഷം 3 ലക്ഷം 2.5 ലക്ഷം 1.5 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന സീനിയർ ഓഫീസേഴ്സ്, IAS പാസ്സായവർ, IPS പാസ്സായവർ, IPS പാസ്സായവർ, IAS പാസ്സായവർ, ഗ്രേഡ് കൂടിയവർ, ഒറ്റ ഉത്തരവ് കൊണ്ട് നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്യാവുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെ മഠത്തിൽ അസീസിനെ വിളിക്കുകയാണ്. ഹലോ അസീസ്, ഒന്ന് വരാമോ? നിങ്ങളുടെ സേവനം ഒന്ന് ആവശ്യമുണ്ടായിരുന്നു, പ്ലീസ് ഒന്ന് വരണം. എന്തിനാന്ന് വെച്ചാൽ ഈ അധികാര സ്ഥാനത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കൃത്യം അവിടെ ഉണ്ട്, അദ്ദേഹം ചെയ്തേ പറ്റത്തുള്ളൂ. ഈ മനുഷ്യൻ വന്ന് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. എല്ലാ അധികാര സ്ഥാനങ്ങളും വിനയപൂർവ്വം കൈകൂപ്പി നിൽക്കുന്ന ഒരു വ്യക്തിത്വം സർവകലാശാലയുടെ സന്താനമേ അല്ല. അല്ല, സർവകലാശാല തിരിച്ചറിയുന്നതൊക്കെ എനിക്കറിയാം, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അയാളുടെ ജീവിതകഥ സർവകലാശാലയിൽ പാഠപുസ്തകമാവും. വേറെ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ പാഠപുസ്തകമാക്കിയിട്ടുണ്ട് ഈ സർവകലാശാല. അതൊന്നും നിങ്ങൾ വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ല, അതൊക്കെ വേറെ കാര്യം. അത് സംബന്ധമായ വിശദീകരണം വിവാദങ്ങളിലേക്ക് ഇറങ്ങുന്നുള്ളതോടെ ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ മഠത്തിൽ അസീസ് പാട്ടിൻ്റെ കൂട്ടുകാർക്ക് വലിയ പാഠപുസ്തകമാണ്. നിങ്ങൾ പാട്ടിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ടിലൊരു ആശയമുണ്ട്, അതിമഹത്തായ ആശയമുണ്ട്. ആശയങ്ങളുടെ ആശയമുണ്ട്, ആശയങ്ങൾക്ക് പൊരുളുണ്ട്. ആ പൊരുൾ അറിയുന്നത് വല്ലാത്തൊരു രഹസ്യ ദർശനമാണ്. പൊരുൾ അറിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എന്ന മനുഷ്യജീവി വെറും തോല്, എല്ല്, മാംസം, കുറച്ച് സിര, അതിനെല്ലാം ഊട്ടി ഉറപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഒരു പ്രാണൻ ഇതാണ്. ഈ പ്രാണന്റെ അഭാവത്തിൽ ഇത് മുഴുവൻ പുഴുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, ചിതലിന് കൊടുക്കാനുള്ളതാണ്, ഇത് മുഴുവൻ ഈ മണ്ണിന് കൊടുക്കാനുള്ളതാണ്. ഈ പ്രാണൻ എന്ന് പറയുന്ന പ്രഭാവം നഷ്ടപ്പെട്ടു പോയാൽ, അങ്ങനെ നഷ്ടപ്പെട്ട ഒരാൾ അവിടെ കിടക്കുകയാണ്. അത് വീർത്തിരിക്കുന്നു, ആ ശരീരം വീർത്തു, അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായിരിക്കുന്നു. എൻ്റെ വാപ്പയെ കൊണ്ടുപോകരുത്, എൻ്റെ ചേട്ടനെ കൊണ്ടുപോകരുത്, എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ പ്രാണനെ കൊണ്ടുപോകരുത് എന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ ജഡം വെച്ച് കരയും. ഒരാളെ ശ്മശാനത്തിലേക്ക് എടുക്കുന്ന ആ നിമിഷം ഉള്ളു നിറയ്ക്കാത്തവർ ആരില്ല. പക്ഷെ നിങ്ങളുടെ രോദനത്തിലെ അപേക്ഷ കേട്ട് കരുണ തോന്നി നാട്ടുകാരെല്ലാവരും കൂടി, ശരി നിങ്ങൾ തന്നെ എടുത്തോളൂ, ഈ ബോഡി നിങ്ങൾ വെച്ചോളൂ, കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, ഞങ്ങളെല്ലാം തിരിച്ചു പോവുകയാണ്. കൊടുത്തിട്ട് ഇവരെല്ലാം പിൻവലിഞ്ഞു എന്ന് സങ്കല്പിക്കുക. വെറുതെ 2 നാൾ കഴിഞ്ഞ് നിങ്ങൾ തന്നെ പുറത്തിറങ്ങി അവരെയെല്ലാം വിളിക്കും, ദയവായി കൊണ്ടുപോകണം, ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റില്ല.